നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം 2017 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 1/x ഓൾ റേസ് ടു 6. ക്വസ്റ്റ്യൻ പറയുന്നത് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നാണ്. അതായത് എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന ബൈനോമിയൽ എക്സ്പാൻഷനിൽ നിന്ന്, അതായത് എക്സ് പ്ലസ് 1/x ഓൾ റേസ് ടു 6 എന്ന് പറഞ്ഞ ബൈനോമിയൽ എക്സ്പാൻഷനിൽ എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കാൻ. എക്സ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഇല്ലാത്ത ടേം കണ്ടുപിടിക്കാൻ, അതായത് കോൺസ്റ്റൻറ്റ് ടേം കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം ഈ എക്സ്പാൻഷനിൽ ടോട്ടൽ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ടേംസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഇൻഡെക്സ് 6 ആണ്. നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 7 ടേംസ് ഉണ്ടാവും എന്നറിയാം. ഓക്കെ, അപ്പം നമുക്കിത് എക്സ്പാൻഷൻ ഫുള്ളും എഴുതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യണത്. എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണ്ട. അതിനല്ലാതെ നമ്മൾ വേറൊരു മെത്തേഡുണ്ട്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ജനറൽ ടേമാണ്. അതായത് എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ജനറൽ ടേം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇക്വേഷൻ ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ എന്നാണ്. ഇതാണ് നമ്മുടെ ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യണ ഇക്വേഷൻ ഏതാ? ജനറൽ ടേം ആണ്. ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു ബി റേസ് ടു ആർ. ഇവിടെ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് എന്താ 6 ആണ്, എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് 1/x ആണ്. ഓക്കെ, അപ്പം നമുക്ക് കൊടുക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ആർ പ്ലസ് 1 ഈക്വൽ ടു എന്നിൻ്റെ സ്ഥാനത്ത് 6 ആണ്. അപ്പോൾ 6CR എ റേസ് ടു എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, എക്സ് റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു ബി എന്ന് പറയുന്നത് 1/x ആണ്. അപ്പോൾ 1/x ഓൾ റേസ് ടു ആർ എന്ന് എടുക്കാം. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം സെപ്പറേറ്റ് എഴുതുവാണ്. അതായത് 6CR എക്സ് റേസ് ടു 6 മൈനസ് ആർ 1 റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ 1/x ഓൾ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ 1 റേസ് ടു ആർ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ആർ ആണ്. 1 റേസ് ടു ആർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1 റേസ് ടു എനിത്തിങ് ഈസ് 1. നമുക്ക് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ആർ എന്ന് ഉള്ളത് ഞാൻ എഴുതി, എക്സ് റേസ് ടു ആർ. ഇനി നമ്മൾ ഇതിനെ 1/x റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റേസ് ടു മൈനസ് ആറാണ്. ഓക്കെ, ഈ ആറ് മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. എക്സ് റേസ് ടു മൈനസ് ആറെന്ന് വരും. നമുക്കിതിനെ മാറ്റി എഴുതാം. 6CR എക്സ് റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ആർ എന്ന് കൊടുത്താൽ, അതായത് ഈ എക്സ് റേസ് ടു ആറ് മുകളിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എക്സ് റേസ് ടു മൈനസ് ആർ വരും, വിച്ച് ഈസ് ഈക്വൽ ടു 6CR ഇൻറ്റു എക്സ് റേസ് ടു. ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ നമുക്കിവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. അതായത് എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ 6 മൈനസ് ആർ പ്ലസ് എന്നിൻ്റെ സ്ഥാനത്ത് മൈനസ് ആർ ആണ്. ഓക്കെ, അപ്പോൾ 6 മൈനസ് ആർ പ്ലസ് മൈനസ് ആർ, രണ്ട് നെഗറ്റീവ് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ, അതായത് നെഗറ്റീവ് 2R ഇസ് ഈക്വൽ ടു 6 മൈനസ് 2R. ഓക്കെ, ഇത്രയും കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 0 ആവുന്ന ടേമാണ് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്? എക്സ് റേസ് ടു 0 ആവുന്ന ടേം ആണ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് റേസ് ടു 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ഏത് ടേമാണ് 0 ആവണ്ടേ? 6 മൈനസ് 2R ഈക്വൽ ടു 0 ആവണം. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇവിടെ എക്സ് റേസ് ടു 0 ആവണമെങ്കിൽ നമ്മുടെ പവർ 6 മൈനസ് 2R എന്ന് പറയുന്ന ടേം 0 ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും.
ഈ -2r റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +2r ആവും. അപ്പോൾ 6 ഈക്വൽ ടു 2r. ദർഫോർ r ഈക്വൽ ടു 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3. ദർഫോർ r ഈക്വൽ ടു 3 കിട്ടി. ഇനി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പോൾ 6c3 ഇൻറ്റു x റേസ് ടു, ഇവിടെ നമ്മൾ 3 കൊടുക്കുമ്പോൾ ഓൾറെഡി 0 ആയി. അതായത് 3 × 2 എന്ന് പറയുമ്പോൾ 6 - 6 0. അപ്പോൾ നമുക്ക് x റേസ് ടു 0 എന്നുള്ള ടേം കിട്ടി. x റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 6c3 ആണ്. അപ്പോൾ 6c3 നമുക്ക് കണ്ടുപിടിക്കാം. 6c3 ഈക്വൽ ടു, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 3 എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 1 വരെ. നമ്മൾ 3 വരെയുള്ളത് കട്ട് ചെയ്ത് കളയാണ്. ബാലൻസ് എഴുതുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഒരു 3 കട്ട് ചെയ്ത് കളഞ്ഞു. 3 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോവും. ഇനി 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 6 കട്ട് ചെയ്ത് കഴിഞ്ഞു. 5 × 4 എന്ന് പറയുന്നത് 20. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ കട്ട് ചെയ്തത് 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ആ 3 വരെയുള്ളത് ന്യൂമറേറ്ററിൽ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാലൻസാണ് ഞാൻ എഴുതി വെച്ചിരുന്നത് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന്. നമ്മൾ കട്ട് ചെയ്യാവുന്ന 6ഉം കട്ട് ചെയ്ത് കഴിഞ്ഞു. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ്സലേനിയസ് എക്സാമ്പിളിലെ 10th ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 10 നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3/2 x² മൈനസ് 1/3x ഓൾ റേസ് ടു 6. അപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ഇല്ലാത്ത ടേം കണ്ടുപിടിക്കുക, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് എക്സ്പാൻഷൻ മൊത്തം കണ്ടുപിടിക്കേണ്ട. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ ഫോർമുലയാണ്. ഇക്വേഷൻ TR+1 ഈക്വൽ ടു NCR ഇൻറ്റു a⁻n−r ഇൻറ്റു b⁻r. നമ്മൾ എല്ലാത്തിൻ്റെ ആദ്യം, അതായത് ജനറൽ ഇക്വേഷൻ എഴുതി വെച്ചിട്ട് എഴുതുമായിരിക്കും നല്ലത്. ദർഫോർ ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് 6 ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 3/2 x² ആണ്. b ഈക്വൽ ടു b എന്ന് പറയുന്നത് ഇവിടെ -1/3x ആണ്. ഓക്കെ, n 6 ആണ്. a എന്ന് പറഞ്ഞാൽ 3/2 x² ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/3x ആണ്. ഓക്കെ, ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. TR+1 ഈക്വൽ ടു n എന്ന് പറയുന്നത് 6CR, എയുടെ സ്ഥാനത്ത് 3/2 x² ഓൾ റേസ് ടു 6 - r ഇൻറ്റു b എന്ന് പറയുന്നത് -1/3x ഓൾ റേസ് ടു r. നമുക്ക് ഇതിനെല്ലാം സെപ്പറേറ്റ് എഴുതാം. അതായത് 6CR 3/2 ഓൾ റേസ് ടു 6 - r എന്ന് എഴുതുവാണ്. അതായത് 3/2 ഇൻറ്റു x² ഓൾ റേസ് ടു 6 - r എന്ന് പറഞ്ഞാൽ ഈ പവർ രണ്ട് ടേമിനും ബാധകമാണ്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. 3/2 റേസ് ടു 6 - r ഇൻറ്റു x² റേസ് ടു 6 - r. ഇനി -1 ഞാനൊന്ന് പുറത്തെടുക്കുക. അപ്പോൾ -1 ഓൾ റേസ് ടു r. ഇനി എന്ത് ചെയ്താൽ 1/3 ഓൾ റേസ് ടു r. ഇനി വീണ്ടും 1/x ഓൾ റേസ് ടു r. വേണമെങ്കിൽ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കേട്ടോ. -1 ഇൻറ്റു -1/3 ഇൻറ്റു -1/x, അതായത് -1/3x ഓൾ റേസ് ടു r എന്ന് കിട്ടും. ഓക്കെ, ഇത് സ്പ്ലിറ്റ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ടേംസൊക്കെ നമുക്കൊന്ന് അടുത്ത് എഴുതിയാലോ. ആദ്യം 6CRനെ ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് 3/2 ഓൾ റേസ് ടു 6 - r എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 6 - r ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 - r. അതായത് a/b ഓൾ റേസ് ടു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a റേസ് ടു m ഡിവൈഡഡ് ബൈ b റേസ് ടു m ആണ്. അപ്പോൾ 3 റേസ് ടു 6 - r ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 - r. രണ്ടിനും ഈ പവർ ബാധകമാണ്.
ഇനി -1 -1 ഉള്ളത് എഴുതുവാണ്. -1 all raised to r ഇൻറ്റു 1/3 all raised to r. ഇനി എക്സിൻ്റെ ടേംസ് ഒക്കെ അടുത്ത് എഴുതാം. ഇതെങ്ങനെ എഴുതുക? x raised to 2 ഇൻറ്റു all raised to 6 മൈനസ് r. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. x raised to m all raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to m ഇൻറ്റു n, അതായത് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x² നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് x² all raised to 6 മൈനസ് r എന്നാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 മൈനസ് 2 ഇൻറ്റു r എന്ന് പറയുമ്പോൾ 2r. ഓക്കെ, അപ്പോൾ x raised to 12 മൈനസ് 2r എന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുവാണ് x raised to 12 മൈനസ് 2r. ഓക്കെ, ഇനി 1/x raised to all raised to r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 1/x all raised to r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 raised to r ഡിവൈഡഡ് ബൈ x raised to r ആണ്. 1 raised to r എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 raised to anything is 1. ഇനി x raised to r-നെ നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? x raised to മൈനസ് r വരും. അതായത് 1/x raised to m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to മൈനസ് m ആണ്. അതുപോലെ തന്നെ 1/x raised to r എന്ന് പറഞ്ഞാൽ x raised to മൈനസ് r ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കാം ഇൻറ്റു x raised to 1/x all raised to r-നെ നമ്മൾ എങ്ങനെ എഴുതും? x raised to മൈനസ് r വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം, 6cr 3 raised to 6 മൈനസ് r ഡിവൈഡഡ് ബൈ 2 raised to 6 മൈനസ് r ഇൻറ്റു -1 all raised to r. 1/3 raised to r-നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 raised to r. 3 raised to മൈനസ് r എന്ന് എഴുതാലോ. അതായത് 3 മുകളിലേക്ക് വന്നിട്ട് രണ്ടിനും 1 raised to r ഡിവൈഡഡ് ബൈ 3 raised to r എന്നാണ്. നമുക്ക് ഇതിനെ 3 raised to മൈനസ് r എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എഴുതിയില്ലേ 1/x all raised to r-ന് x raised to മൈനസ് r. അപ്പോൾ 1/3 all raised to r-ന് 3 raised to മൈനസ് r ഇൻറ്റു, ഇനി ബാലൻസ് നോക്കാം, x raised to 12 മൈനസ് 2r ഇൻറ്റു x raised to മൈനസ് r. a raised to m ഇൻറ്റു a raised to എന്ന് പറഞ്ഞാൽ a raised to m പ്ലസ് n. അതായത് ഈ പവർ തമ്മിൽ ആഡ് ചെയ്യണം. അതായത് x raised to രണ്ടും x ആയതുകൊണ്ടാണ്. അപ്പോൾ 12 മൈനസ് 2r പ്ലസ് മൈനസ് 2r വിച്ച് ഈസ് ഈക്വൽ ടു -2r പ്ലസ് -2r എന്ന് പറയുന്നത് എത്ര വരും? മൈനസ് 2r അല്ല, ഇവിടെ r ആണ്, മൈനസ് r ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 മൈനസ് 3r. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ. അപ്പോൾ 12 മൈനസ് 3r എന്ന് കിട്ടും. x raised to 12 മൈനസ് 3r. ഇനി നമുക്ക് എക്സ് ഇൻഡിപെൻഡൻറ്റ് ടേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇൻഡിപെൻഡൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു x raised to 0 ആവുന്ന ടേം ആണ് എക്സ് ഇൻഡിപെൻഡൻറ്റ് ടേം. എന്താണ്? x raised to 0 ആവുന്ന ടേം ആണ് എക്സ് ഇൻഡിപെൻഡൻറ്റ് ടേം. ഇവിടെ x raised to 0 ആവണമെങ്കിൽ ഈ ഇൻഡെക്സ് 0 ആവണം. അതായത് 12 മൈനസ് 3r എന്ന് പറയുന്നത് 0 ആവണം. നമുക്ക് നോക്കാം, 12 മൈനസ് 3r ഈക്വൽ ടു 0 ആവണമെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താവണം? 12 ഈക്വൽ ടു മൈനസ് 3r-നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് 3r. ദെർഫോർ r ഈക്വൽ ടു 12/3 വിച്ച് ഈസ് ഈക്വൽ ടു 4. ആറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, എക്സ് ഇൻഡിപെൻഡൻറ്റ് ടേം കിട്ടും. അതായത് 6cr എന്ന് പറയുന്നത് 4 ആണ്. 3 raised to 6 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 raised to 6 മൈനസ് 4. ഇവിടെ നമുക്ക് 3 raised to മൈനസ് 6 എന്നും കൂടിയുണ്ട്. അപ്പോൾ 3 raised to മൈനസ് 4 നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇത് എഴുതുന്നില്ല, എളുപ്പത്തിന് എഴുതുവാണ്. ഇസ് ഈക്വൽ ടു 6cr ഇൻറ്റു 3 raised to 6 മൈനസ് 6, 3 raised to മൈനസ് 6 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ടായി പോയി. എന്തോരും? 3 raised to 6 മൈനസ് 6 പ്ലസ് മൈനസ് 6 എന്ന് പറയുമ്പോൾ എന്തോരും? മൈനസ് 2r വരും. 3 raised to 6 മൈനസ് 2r ഡിവൈഡഡ് ബൈ 2 raised to 6 മൈനസ് r. അതായത് ഇതിൻ്റെ പവർ രണ്ടും ആഡ് ചെയ്തതാണ്. 6 മൈനസ് 6
പ്ലസ് മൈനസ് ആറ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ആർ പ്ലസ് മൈനസ് ആർ എന്ന് പറയുമ്പോൾ മൈനസ് 2r. അപ്പോൾ 6 മൈനസ് 2r ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 മൈനസ് ആറ് ഇൻറ്റു ഇനി എന്ത് വരും? മൈനസ് 1 റേസ് ടു ആർ ഇൻറ്റു എക്സ് റേസ് ടു 12 മൈനസ് 3r. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ ആറിൻ്റെ വാല്യൂ 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. which is equal to 6c4 3 raised to 6 മൈനസ് ഇവിടെ 2r എന്നാണ് നമ്മൾ എഴുതിയത്. 6 മൈനസ് 2r. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 വരും. 8 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6 മൈനസ് ആറിൻ്റെ വാല്യൂ 4 മൈനസ് 1 ഓൾ റേസ് ടു ആറ് 4 ആണ്. എക്സ് റേസ് ടു 0 വരെ എക്സ് റേസ് ടു 0 നമ്മൾ കിട്ടി 1 ആണ്. അപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, ഇവിടം വരെയുള്ള ടേമാണ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. അതാണ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം മൈനസ് 1 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ മൈനസ് 1 റേസ് ടു ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. മൈനസ് 1 റേസ് ടു ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ മൈനസ് 1 ആയിരിക്കും. ഇവിടെ മൈനസ് 1 റേസ് ടു ഒരു ഈവൻ നമ്പർ, 4 എന്ന് പറയുന്നത് ഈവൻ നമ്പർ. മൈനസ് 1 റേസ് ടു ഈവൻ നമ്പർ ആകുമ്പോൾ 1 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ 1 കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് 6c4 3 റേസ് ടു 6 മൈനസ് 8 എന്ന് പറയുമ്പോൾ 3 റേസ് ടു എത്ര വരും? 3 റേസ് ടു മൈനസ് 2 വരും. അതായത് 6 മൈനസ് 8 എന്ന് പറയുമ്പോൾ 8ൽ നിന്ന് 6 പോയാൽ 2 ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ -2 ഡിവൈഡഡ് ബൈ 2 റേസ് ടു എന്ത് വരും? 2 റേസ് ടു 6 മൈനസ് 4 എന്ന് പറയുന്നത് 2 ആണ്. എക്സ് റേസ് ടു മൈനസ് 1 ഓൾ റേസ് ടു 4 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 കിട്ടി. ഓക്കെ, ഇനി 6c4 1 ബൈ 2 റേസ് ടു 2 ഇതിനെ ഞാൻ എങ്ങനെ എഴുതുകയാണ്? 1 ബൈ 3 റേസ് ടു 2 എന്ന് എഴുതാമല്ലോ. ഇവിടെ -2 അല്ല, അപ്പോൾ ഞാൻ താഴോട്ട് എടുത്തു. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ 1 ബൈ എക്സിനെ നമ്മൾ എങ്ങനെ എഴുതി? എക്സ് റേസ് ടു -1 അല്ലെ 1 ബൈ എക്സ് സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതി? എക്സ് റേസ് ടു -2. അതായത് എക്സ് റേസ് ടു -2നെ നമ്മൾ 1 ബൈ എക്സ് സ്ക്വയറിന് എഴുതി. അതുപോലെ തന്നെയാണ് 3 റേസ് ടു -2നെ ഞാൻ 1 ബൈ 3 റേസ് ടു 2 എന്ന് എഴുതി. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു 6c4 ഇൻറ്റു 1 ബൈ 2 റേസ് ടു 2 എന്ന് പറയുന്നത് 4 ആണ്. ഇൻറ്റു 1 ബൈ 3 റേസ് ടു 2 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 9 വരും. ഇനി നമുക്ക് 6c4 കണ്ടുപിടിക്കാം. 6c4 നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 4 ഫാക്ടോറിയൽ which is equal to 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 4 എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ. നമുക്ക് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ 4 മുതൽ 1 വരെയുള്ളത് ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാലൻസ് 2 ഇൻറ്റു 1. അപ്പം ഞാൻ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 6ന് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 ആണ്. 3 ഇൻറ്റു 2 ആണ്. ഇനി 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 വരും. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ വന്നത്? 4 ഇൻറ്റു 9 ആണ്. 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 വരും. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 36 15, അതായത് 15 ഡിവൈഡ് ബൈ 36. ഇതിന് നമുക്ക് 3 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യാമല്ലോ. 3 വെച്ച് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് 5 വരും. 5 ഇൻറ്റു 3 ആണ് 15. 15 ഡിവൈഡഡ് ബൈ ഇവിടെ 1 2 5 ബൈ 12 എന്ന് വരും. രണ്ടിനെ ഞാൻ 3 വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് 5 ബൈ 12 എന്ന് വരും. അപ്പോൾ എക്സ് ഇൻഡിപെൻഡൻറ്റ് ടേം എന്ന് പറഞ്ഞ ഏതാണ്? 5 ബൈ 12 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.